കുറവലങ്ങാട് ടൗണിലെ ഗതാഗത പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി കുറവലങ്ങാട് പഞ്ചായത്ത് അധികൃതരും നിയമപാലകരും പുലർത്തുന്ന അനാസ്ഥയുടെ നേർക്കാഴ്ചയാണ് വലിയൊരു അപകട ദൃശ്യത്തിലൂടെ വിളിച്ചറിയിക്കപ്പെട്ടത്. കുറവലങ്ങാട്ടെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഒരു വർഷം പിന്നിടുമ്പോഴും പഞ്ചായത്ത് അധികൃതരും നിയമപാലകരും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാനോ കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപ്പിലായ ഗതാഗത പരിഷ്കാരങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാനോ തയ്യാറാകാത്ത സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി അടിസ്ഥാന ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രായോജകനെ കണ്ടെത്തി യാത്രക്കാർക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് ഒരുക്കുന്ന കാര്യത്തിൽ പോലും പഞ്ചായത്ത് മുഖം തിരിച്ചു നോക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കൊപ്പം നിയമപാലകർ കൂടി അനാസ്ഥ കാണിക്കുന്നതോടുകൂടി ഇവിടെ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കോഴ ഭാഗത്തു നിന്ന് വരുന്ന ഓർഡിനറി ബസ്സുകൾ പൂർണ്ണമായും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കവാടത്തിലൂടെ പ്രവേശിച്ച് ബസ് സ്റ്റാൻഡിൽ എത്തി യാത്രക്കാരെ കയറ്റിയിറക്കണമെന്നാണ് നിയമം. എന്നാൽ പാലായിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകൾ ഏറെയും നിയമം ലംഘിച്ച് മുട്ടുങ്ങൽ ജംഗ്ഷനിൽ നിന്നും ഒരു വശത്തേക്ക് മാത്രം ഗതാഗതം ക്രമീകരിച്ചിരിക്കുന്ന മാർക്കറ്റിന് സമീപത്തുള്ള റോഡിലൂടെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെത്തി യാത്രയെ കുറുക്കുവഴിയിലൂടെ ആക്കി മാറ്റുന്നത് സാധാരണ കാഴ്ചയാണ്. നിയമപാലകർക്ക് ഇക്കാര്യം അറിയായിക അല്ല എങ്കിലും ഇതിൽ പഞ്ചായത്ത് അധികൃതർ കൂടി കണ്ണടയ്ക്കുന്നതോടുകൂടി നിയമപാലകരും ഒന്നും ചെയ്യാത്ത സാഹചര്യമാണുള്ളത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് നിയമം ലംഘിച്ച് മുട്ടുങ്ങൽ ജംഗ്ഷനിൽ നിന്നും പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിച്ച് എതിർദിശയിലെത്തിയ ഓട്ടോറിക്ഷയിലിടിച്ച് അപകടമുണ്ടാക്കിയത്. MC റോഡിലൂടെ നേരെ എത്തി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിലൂടെ ബസ് സ്റ്റാൻഡിലെത്തി തിരികെ പ്രവേശന കവാടത്തിന്റെ എക്സിറ്റിലൂടെ പുറത്തു പോകണമെന്ന നിയമം നിലനിൽക്കെയാണ് എറണാകുളത്തേക്കുള്ള ദീർഘദൂര ബസ്സുകൾ പലപ്പോഴും നിയമം മറികടന്ന് മുട്ടുങ്ങൽ ജംഗ്ഷനിൽ നിന്നും കുറുക്കുവഴിയിലൂടെ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്യമായ നിയമലംഘനമുണ്ടായിട്ടും സംഭവത്തിൽ കേസെടുക്കാനോ നടപടികൾ സ്വീകരിക്കാനോ ഇതിന് നിർദ്ദേശവും നേതൃത്വം നൽകേണ്ടുന്ന പഞ്ചായത്ത് അധികൃതരോ ചെറുവിരലനക്കാൻ തയ്യാറായിട്ടില്ല എന്നും ആക്ഷേപം ശക്തമായി ഉയരുകയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം മനുഷ്യജീവനുകൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് മരണമുഖത്ത് നിന്ന് തിരികെ എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഗതാഗത പരിഷ്കാരത്തിന്റെ പ്രധാന ഭാഗമായി നടപ്പിലാക്കിയ ബൈപ്പാസ് വഴിയുള്ള ഗതാഗതത്തിന്റെ ഭാഗമായി വൈക്കം റോഡിൽ വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തിന് പരിഷ്കാരം നടപ്പിലായത് മുതൽ ജനം മുറവിളി കൂട്ടുന്നുണ്ടെങ്കിലും ഇത് അംഗീകരിക്കാൻ പഞ്ചായത്ത് ഇനിയും തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്.